ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു 2023. അപ്പോൾ ഇപ്പം നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കയറിയെന്ന് തന്നെ പറയാം. കേക്ക്സൊക്കെ കുറേയൊക്കെ പോയി, പക്ഷേ ഇനിയുണ്ട് കേട്ടോ. ഒരു പ്ലം കേക്ക് ഞാൻ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ അപ്പോൾ ഇതൊരു മീൽ പ്ലാനാണ്. ദാറ്റ് ഈസ് ക്രിസ്മസ് ഫീസ്റ്റ്. ഉച്ചയ്ക്കുള്ള ലഞ്ചിന് നിങ്ങൾക്ക് പല രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ 1, 2, 3 ഐറ്റംസ് ഇങ്ങനെ കോംബോ ആയിട്ട് കാണിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് ഡേയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ചോയ്സായിട്ട് അങ്ങനെ തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസാണ്. ടിപ്പിക്കൽ ചൈനീസ് ഫ്രൈഡ് റൈസ് അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സോസ് ഒന്നും ചേർക്കാണ്ട്, നോ സോയാ സോസ്, നോ ചില്ലി സോസ്, നത്തിങ്. പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ഫ്രൈഡ് റൈസ്. ഇറ്റ്സ് എ ബട്ടർ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഓക്കെ, ചിക്കനൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് സൈഡ് ഡിഷായിട്ട് ഞാനൊരു ചില്ലി ചിക്കൻ, പക്ഷേ നമ്മുടെ യൂഷ്വൽ ചില്ലി ചിക്കൻ അല്ല, ചൈനീസ് അല്ല, കുറച്ചൊരു ഇന്ത്യൻ സ്റ്റൈലിലെ ചില്ലി ചിക്കനാണ്. ഇതൊരു ഗ്രീൻ ചില്ലി ചിക്കൻ മസാല എന്നാണ് പറഞ്ഞത്, ഗ്രീൻ ചില്ലി ചിക്കൻ. അപ്പോൾ ഗ്രീൻ സോസൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു സോയാ സോസോ ചില്ലി സോസോ. അപ്പോൾ ആ ചില്ലി സോസൊന്നുമില്ല, പക്ഷേ നമ്മൾ ധാരാളമായിട്ട് പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ചെയ്തത്. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു വിഭവമാണ്. എനിക്കത് വലിയ ഇഷ്ടമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയാൽ അത് ഭയങ്കര സന്തോഷമായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു കോംബോ ആയിരിക്കും, നല്ല കോമ്പിനേഷൻ. അപ്പോൾ അത് മെയിനായിട്ട് അത് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ഡിസേർട്ടായിട്ടൊരു പുഡിങ്ങും കൂടി ചെയ്യുന്നു. ഒരു സിമ്പിൾ പുഡിങ് വിത്തൗട്ട് ചൈനാ ഗ്രാസ്, ജെലറ്റിൻ മുതലായ കാര്യങ്ങൾ. ക്രീം എന്നോട് ആരോ ചോദിച്ചു, ചേച്ചി ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാത്തൊരു പുഡിങ് കാണിക്കുമോ? അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടൊരു സിമ്പിൾ പുഡിങ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോച്ച പുഡിങ്. ഓക്കെ, 3 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ക്ലോസിൽ കാണുക. കാര്യം കുറേ ലെങ്തി ആയി പോകും, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരില്ല, എന്നിട്ട് അവസാനം വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബട്ടർ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ചേറെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ തിളപ്പിക്കാനായിട്ട്. ചെറുതായി തള വന്നു തുടങ്ങി. ഇതിലേക്ക് ബസ്മതി റൈസ് കഴുകിയെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ഉപയോഗിക്കുന്നതാണ്. 1/2 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് റൈസാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 2 കപ്പാണ് കറക്റ്റ് അളവ്. ഇത് കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് കഴുകിയത് ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നു. ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇത് നോക്കി, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. റൈസ് ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നന്നായിട്ട് വെന്തോ ഇല്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറച്ച് പെട്ടെന്നങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന ടൈപ്പല്ല. ഒരു പകുതി വഴിയായിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും കുറച്ചുകൂടി വേകാനുണ്ട്. ഇച്ചിരി കൂടെ വേകട്ടെ. ഇത് നോക്കിയേ, ഇപ്പം നോക്കട്ടെ പാകത്തിന് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് കുഴയാനൊന്നും പാടില്ല, കാരണം ഇത് ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേഗ് കൂടി ഉണ്ടാകും. ഒന്നുകൂടി ഇരുന്നൊരു വേഗലുണ്ടാകും. ആ ഒരു വേഗ് കിട്ടുന്നത് മനസ്സിൽ കണ്ടുകിട്ട് വേണം ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റാൻ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാം. ചോറ് ഊറ്റി കഴിഞ്ഞു. ഇത് നോക്കിയേ, ഇതാണ് പാകം. റൈസിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ നല്ല റൈസാണ് കേട്ടോ. ഇത് നന്നായിട്ട് പൊലിച്ച് വരും. പൊലിച്ച് വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 കപ്പ് റൈസ് ഇട്ടുള്ളൂ. 240 ml 2 കപ്പാണ് ഞാൻ അളന്നിട്ടത്. പക്ഷേ വെന്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ നീളം കണ്ടോ, നല്ല ലോങ് ഗ്രീനാണ്, നല്ല നീളമുള്ള ബസ്മതി റൈസാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ. ഇത്തരം ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. അതായത് തമ്മിൽ ഒട്ടാണ്ട്, എന്നാൽ പാകത്തിന് വെന്ത് കാണാനും നല്ല ലുക്കായിരിക്കും, ടേസ്റ്റും ഉണ്ടാകും. ഇനി ഒരു താലത്തിലേക്ക് ഇത് മാറ്റി ഇത് തണുക്കാനായിട്ട് വെക്കണം. താലമോ ട്രേയോ എന്തെങ്കിലും ഇതിൽ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. അത് ഇച്ചിരി തണുക്കാനായിട്ട് നിരത്തി വെക്കണം. അതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇതെൻ്റെ സ്ഥിരം പാത്രമാണ്, നമുക്ക് ഇഷ്ടമുള്ള പാത്രമില്ല, അത് തന്നെയാണ്. അതിലേക്ക് ഒരു 50 ഗ്രാം വെണ്ണ ചേർക്കുന്നു. ഇത് ബട്ടർ ഫ്രൈഡ് റൈസാണ്, അതുകൊണ്ട് ബട്ടർ തന്നെയാണ് ആദ്യം ഇടുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർക്കുന്നു. ബട്ടർ മാത്രം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പുകയാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അത് കാരണം കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി. ഇതെല്ലാം ഉരുകി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നു. നന്നായി മൂത്ത് തുടങ്ങി. ഏതാണ്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ, അതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടി ഒരു മണവും ഫ്ലേവറും കൂടും. ഏതാണ്ട് ഒരു എന്താ പറയുക, ബേൺഡ് ഗാർലിക് റൈസൊക്കെ പോലെ ഒരു അത്രത്തോളം ഇല്ല, എങ്കിലും ഒന്ന് മൂക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞു, ടെൻഡറായി. അതിൻ്റെ കളറൊന്നും മാറരുത്.
അത് മാറിയിട്ടില്ല, കറക്റ്റാണ്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ അടുത്ത കാര്യങ്ങൾ ചേർക്കുന്നത്. ഒരു 1/4 കപ്പോളം ചെറുതായി അരിഞ്ഞ ബീൻസ്, ചോപ്ഡ് ബീൻസാണ്. ഫൈൻലി ചോപ്ഡ് ആകാം, ഇതിപ്പോൾ ഇച്ചിരി സ്ക്വയർ ടൈപ്പായിട്ട് ഇങ്ങനെ കുഴപ്പമില്ല, ഈ ഒരു സൈസിൽ ചേർക്കുന്നു. അതിനോടൊപ്പം തന്നെ 1 കപ്പ് ചോപ്പ് ചെയ്ത ക്യാരറ്റ്സും. ഇതൊരു വലിയ ക്യാരറ്റായിരുന്നു കേട്ടോ, അത് ചോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 കപ്പോളം ഉണ്ടായിരുന്നു. ചെറിയ സ്ക്വയർ പീസസ് എന്ന് തന്നെ പറയാം, ഫൈനലി ചോപ്ഡായിട്ടും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി, ഇതെല്ലാം ഒന്ന് വേകണം, ഒന്ന് ടെൻഡർ ആകണം. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് പകുതി വേഗമായിട്ടുണ്ട് ബീൻസും ക്യാരറ്റും ഒക്കെ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. റൈസിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണെങ്കിലും ഈ പച്ചക്കറിയിലൊക്കെ ഇച്ചിരി ഉപ്പ് വേണമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടെന്ന് പറയാം. ഇനി ക്യാപ്സിക്കം കൂടി ചേർക്കാൻ സമയമായി. ഒരു വലിയ ക്യാപ്സിക്കം ആയിരുന്നു, അത് അകത്തെ അരിയെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ സ്ക്വയർസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി പാകത്തിന് വേകണം, പക്ഷേ കളറൊന്നും മാറാൻ പാടില്ല. ആ ഒരു ഗ്രീൻ കളറൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും ഫ്രൈഡ് റൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത്. ഇപ്പോൾ ഇത് നോക്കിയേ, ഏകദേശമായി വരുന്നുണ്ട്, എല്ലാം ടെൻഡറായി. സെലറി ചെറുതായി അരിഞ്ഞതും സ്പ്രിംഗ് ഒണിയൻ ചെറുതായി അരിഞ്ഞതും. അപ്പോൾ എടുത്ത് വെച്ച ക്വാണ്ടിറ്റിയിൽ നിന്നും പകുതി ഇപ്പോൾ ചേർക്കുന്നു. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ച് സെലറിയും 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയനും ചേർക്കുന്നു. ഇനി ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇതില്ലാണ്ടും ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നുകൂടി ഒന്ന് വഴറ്റി ഏകദേശം ഒരു 5 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഞാൻ ഇളക്കി കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അതേസമയം ക്രിസ്പിനെസ് പോയിട്ടില്ല, കളറും മാറിയിട്ടില്ല, കറക്റ്റാണ് കേട്ടോ. ചോറും കൂടി ചേർക്കാൻ പോകണം, വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്. ഞാനതൊരു ബേസിനിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഏകദേശം തണുത്തിരിക്കുവാണ്. അത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർക്കുക. 2-3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് വഴട്ടുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴട്ടുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം, അതാണ് വേണ്ടത്. ഈ വെജിറ്റബിൾസും റൈസും എല്ലാം ആ ഒരു അതിനകത്തുള്ള കാര്യങ്ങൾ പരസ്പര പൂരിതമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും. സോട്ട് ചെയ്യുക, അങ്ങനെ ഇങ്ങനെ ഇളക്കി സോട്ട് ചെയ്യുക. നോക്കിയേ, ടെക്സ്ചർ നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ. ആ അരിയുടെ ഒരു നീളവും ക്വാളിറ്റിയും എല്ലാം നല്ലതായിട്ട് കാണാമല്ലോ. ഏകദേശം ഇത് 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള റൈസ് ഉണ്ടാകും. ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം. ഫൈനൽ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. ഇച്ചിരി ഉപ്പ് വേണം, ഉപ്പും കൂടി ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നു. ഈ പഞ്ചസാര ചേർക്കുന്നതാണ് ഫ്രൈഡ് റൈസിൻ്റെ സ്വാദ് കൂട്ടുന്ന സീക്രട്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ അജിനോമോട്ടോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ അജിനോമോട്ടോ ചേർക്കുന്നതിന് പകരം, അജിനോമോട്ടോ ഈസ് സപ്പോസ് ടു ബി എ ടേസ്റ്റ് മേക്കർ, അതിന് പകരമാണ് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നത്. ആ ഒരു അജിനോമോട്ടോ ഒക്കെ ചേർക്കുന്ന പോലെ ഉള്ളൊരു എക്സ്ട്രാ ഫ്ലേവർ നമ്മുടെ റൈസിന് കിട്ടും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചുകൂടി ചേർക്കുന്നു. ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നു. എല്ലാം കൂടി ചേർത്തൊരു 1.25 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞു. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർക്കാം, ഓരോരുത്തർക്കും അവരവരുടെ എരിവിന് അനുസരിച്ചിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് വഴറ്റിയെടുക്കാം. ഒന്നുകൂടി ഒന്ന് നോക്കിക്കോട്ടെ ടേസ്റ്റ് എല്ലാം പാകമാണെന്ന്. എല്ലാം ഓക്കെ, അടിപൊളി. ഇനി ഫൈനലായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി സെലറിയും സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കുന്നു. പിന്നെ ഇതിൽ മുട്ടയും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഈ ഫ്രൈഡ് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും കൂടി ഇതിനകത്ത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ബട്ടർ എഗ് ഫ്രൈഡ് റൈസായി മാറും. ഇതിപ്പോൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബട്ടർ ഫ്രൈഡ് റൈസ് ഈസ് റെഡി. ഇനി ഒരു വലിയ ബേസിനിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര പോർഷനായിട്ടിത് നമുക്ക് വിളമ്പാൻ പറ്റുമെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്കും കിട്ടും. ഇത് നോക്കിയേ, ഞാനിങ്ങനെ തവിയിലിങ്ങനെ കോരി ഇടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് ഒരാൾക്ക് 3-4 തവി കോരി കഴിഞ്ഞാൽ പോലും ഒരു 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഉണ്ട്. വെറും 2 കപ്പ് അരിയിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. പിന്നെ പല ബ്രാൻഡ്സ് ഓഫ് അരിയിൽ ഉണ്ടാക്കുമ്പോൾ പല അളവിൽ വരും. പക്ഷെ ഞാനിത് ഏകദേശമൊക്കെ പറയാണ്, ഇതൊരു 5 പേർക്ക് വരും. ഏത് ടൈപ്പ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണ്ട് ഒരു 4 പേർക്ക് കഴിക്കാനുള്ളത് കിട്ടും. അപ്പോൾ 4 to 5 people എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫീസ്റ്റിന് വേണ്ട ഒരു പ്രധാന കാര്യമായി കഴിഞ്ഞു. ഇനി ഇതിനൊരു സൈഡ് ഡിഷാണ് വേണ്ടത്. അപ്പോൾ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചില്ലി ചിക്കൻ മസാലയാണ്. പക്ഷെ നമ്മളുടെ നോർമൽ ചൈനീസ് ചില്ലി ചിക്കൻ അല്ല, ഇതൊരു ഗ്രീൻ
ചില്ലി ചിക്കൻ മസാല. ഇതിൽ സോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോയാ സോസ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, ചില്ലി സോസും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ നിറച്ച് പച്ചമുളകൊക്കെ ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രീൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുന്നേ 2-3 കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് തുടങ്ങാം. അതായത് ഒരു 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ ഒരു 2 സവാള ഒന്ന് അരച്ച് വെക്കുക. അരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നല്ലതായിട്ടൊരു തരിതരിപ്പായിട്ട് അരച്ച് വെക്കുക. അതുപോലെ തന്നെ 20 പച്ചമുളക് അതും ഒന്ന് അരച്ച് വെക്കുക. ഫൈൻ പേസ്റ്റ് അല്ല എങ്കിലും നന്നായിട്ടൊന്ന് ഒരു തരിതരിപ്പായിട്ട് അരച്ച് വെക്കുക. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം, റിഫൈൻഡ് ഓയിൽ. ആദ്യം 4 വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റാം. ഇത് നോക്കിയേ, സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങി, ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് 2 സവാള അരച്ച് വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി രണ്ടും കൂടി കടന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ, ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ ആകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കനം കുറഞ്ഞ സവാളയുടെ കൂടെ അരച്ച സവാളയും കൂടി ചേർന്ന് ഇപ്പോൾ അതേ ഒരു ബ്രൗൺ കളർ പോലെ ആയിക്കഴിഞ്ഞു. ഇനി ഇഞ്ചി വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, രണ്ടും അരച്ചതാണ്, അതും കൂടി ചേർക്കുന്നു. ഒന്ന് വഴറ്റി അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് പച്ച ചുവ മാറിക്കഴിഞ്ഞു. ഇനി ആ പച്ചമുളക് അരച്ച് വെച്ചല്ലോ 20 എണ്ണം, അതും കൂടി ചേർക്കുന്നു. ഭയങ്കര പേസ്റ്റി ആയിട്ടല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്, എന്നാലും തരിതരിപ്പായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വഴറ്റി ഇളക്കി വേണം അതിൻ്റെ പച്ച ചുവ മാറി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി എണ്ണയും കൂടി വേണം, കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് മൂക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ നന്നായി മൂത്ത് കഴിഞ്ഞു, ഏകദേശമൊക്കെ മൂത്ത് കഴിഞ്ഞു. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 2 മുതൽ 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പം നോക്കിയേ, നന്നായിട്ട് എല്ലാം കൂടി കിടന്ന് മൂത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പാകമായി. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കുന്നു. ഇത് 1.5 കിലോ ചിക്കനുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ്. സാധാരണ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് മുറിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഈ അരപ്പും ചിക്കൻ്റെ പീസസും എല്ലാം കൂടി യോജിപ്പിച്ച് കിട്ടുന്ന രീതിയിൽ വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞു, ഇങ്ങനെ പരണ്ടിരിക്കുന്ന പോലെയായി. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതേ നോക്കിയേ, അടപ്പ് തുറന്നപ്പോൾ ഉള്ള സീൻ എന്താന്ന്, ഓയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി. എന്നിട്ട് ഇനി നമ്മൾ തുറന്നിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. അപ്പോൾ ഈ മസാലയിലൊക്കെ പൊതിഞ്ഞ് ചിക്കൻ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂക്കുന്ന പോലെയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആയിട്ടൊരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരും. കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും പാത്രം ഒന്ന് അടച്ചിടാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് തുറന്ന് നോക്കാം. ഇതേ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി വെള്ളം വേണം. വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് പാത്രം ഒന്ന് അടച്ചിടും. ഇപ്പം നോക്കിയേ, ഏകദേശം കുറച്ച് നേരമായി, ഒരു പകുതി കൂടുതൽ വെന്ത് കഴിഞ്ഞു. നല്ല തിക്കായിട്ടുള്ള ചാറുണ്ട്, അതിൽ കിടന്നിട്ടാണ് ചിക്കൻ വെന്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട്, അതായത് ചാറ് കുറച്ചുകൂടി ഒന്ന് വറ്റണം, ചിക്കൻ്റെ പീസസ് നന്നായിട്ടൊന്ന് വേകുകയും വേണം. ഇനിയിപ്പോൾ അടച്ചിട്ട് വേവിക്കണം എന്നില്ല, തുറന്നിട്ട് വേവിച്ചാലും മതി. ചെറിയ ഒരു ഇടത്തരം തീയിൽ വേവിക്കാം. ഇപ്പോൾ നോക്കിയേ, ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചാറ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ടൈറ്റായി ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ ആയി വരുന്നുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാം കറക്റ്റാണ്, കുറുകി പൊതിഞ്ഞിരിക്കുന്നൊരു പാകമായി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകമെല്ലാം നിങ്ങൾ ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. ആവശ്യാനുസരണം ഇളക്കി കൊടുക്കുക. ആവശ്യമുള്ള സമയത്ത് അടച്ചിടുക. വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്തായാലും പീസസ് നന്നായി വേകണം. മസാലയൊക്കെ നല്ലതായിട്ട് പാകത്തിന് മൂത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വരുന്നൊരു പാകമായിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ആയിക്കഴിഞ്ഞു, മസാലയുടെ മണവും കൂടി വന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നു. ഒരു 1.5 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകട്ടെ. ഇനി കുറച്ച് കൂടുതൽ മല്ലിയില ചേർക്കാൻ പോകണം. ഇഷ്ടംപോലെ മല്ലിയില എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കാം. വീണ്ടും കുറച്ച് മല്ലിയില ചേർക്കുന്നു. മല്ലിയില കൂടിയാൽ കുഴപ്പമില്ല എനിക്ക് കേട്ടോ, എനിക്ക് ഇടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ നമ്മുടെ കറിക്ക് നല്ലതാണ്. എത്രത്തോളം മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർക്കുന്നു അത്രത്തോളം സ്വാദ് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം.
നോക്കിയേ ടെക്സ്ചർ നോക്കിയേ, അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല നിറച്ച് മസാല പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പാകം. ടേസ്റ്റ് ആണെങ്കിലും എൻ്റെ അമ്മോ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ മണം കാരണം എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ആഹാ, ഇത് ടേസ്റ്റ് അറിയോ? ഈ ഒരു ഗ്രീൻ ചില്ലി ചിക്കൻ മസാല ഒരുവിധപ്പെട്ട എല്ലാ ചിക്കൻ ഡിഷസിനെക്കാട്ടിലും അപ്പുറത്തേക്കാണ് നിൽക്കുന്നത്. ഇത് നോക്കിയേ, നമ്മുടെ ഡിഷസ് രണ്ടും റെഡി ആയി കഴിഞ്ഞു. നല്ലൊരു സൂപ്പർ കോംബോ ആണ് ഈ ഒരു ബട്ടർ ഫ്രൈഡ് റൈസ് ആൻഡ് ഗ്രീൻ ചില്ലി ചിക്കൻ മസാല. ഇനി ടേസ്റ്റ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യട്ടെ, അതായത് പുഡിംഗ് ഉണ്ടാക്കാം. നമുക്കൊരു ഡിസേർട്ടും കൂടി വേണ്ടേ. നമ്മളൊരു ടോട്ടൽ പാക്കേജ് പോലെ കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ക്രിസ്മസ് ഫീസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഫ്രൈഡ് റൈസായി, അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷായി. ആക്ച്വലി പറഞ്ഞാൽ നിങ്ങളൊരു ക്രിസ്മസ് ഫീസ്റ്റിന് പ്ലാൻ ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഫസ്റ്റ് കോഴ്സിന് വേണമെങ്കിൽ ഒരു ബ്രെഡോ അല്ലെങ്കിൽ റോൾസോ അല്ലെങ്കിൽ ഒരു ആപ്പമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വിത്ത് എ ബീഫ് സ്റ്റൂ അല്ലെങ്കിൽ ഒരു മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ ഫിഷ് മോളി അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു മെയിൻ കോഴ്സായിട്ട് ഈ റൈസും അതിൻ്റെ ചിക്കനും ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ഡിസേർട്ടും പിന്നെ ഒരു ഗ്രീൻ സലാഡ്. അത്രയാകുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്മസ് ഫീസ്റ്റ് ആയില്ലേ. പിന്നെ വെജിറ്റേറിയൻ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതൊരു സിമ്പിൾ പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഒരു മോച്ച പുഡിങ്, അതായത് ചോക്ലേറ്റ് ആൻഡ് കോഫി ഫ്ലേവർ വരുന്നത്. ഒരു പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. ഇത് 2 കപ്പ് പാലാണ് 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ. 240 ml 2 ലിറ്ററാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വന്നാലും കുഴപ്പമില്ല. 250 ml ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു 1/2 ടിൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നു, മിൽക്ക് മെയ്ഡ്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇതിപ്പോൾ 2 രൂപയുടെ പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, അതായാലും മതി, അതാണ് എളുപ്പം. അതാകുമ്പോൾ കുറേ ഇങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് കുറേ വാങ്ങിച്ചിട്ട് ഓരോ പാക്കറ്റ് ഇങ്ങനെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1/4 കപ്പാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ രീതിയിൽ ചെയ്യുക. എന്നിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാണ്ട് ഒരു സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം അതിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ബാക്കി പാലിലേക്ക് ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വിസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് കട്ടയില്ലാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത്. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇനി ചെറിയ മീഡിയം ഫ്ലെയിമിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും, ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കണം. ഇളക്കി ഇങ്ങനെ കുറുക്കി എടുക്കാം. ഇനി ഒരു 25 ഗ്രാം വെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ ചെറിയ ചൂടായി കഴിഞ്ഞു, അപ്പോൾ ആ ചൂടിൽ കിടന്ന് വെണ്ണ മെൽറ്റായിക്കോളും. ഇപ്പോൾ നോക്കിയേ, ഞാൻ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കുറുകി തുടങ്ങി. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണ്. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇച്ചിരി കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇങ്ങനെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതിപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മാത്രമേ അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതേ നോക്കിയേ, നന്നായിട്ട് കുറുകി വരുന്നുണ്ടോ? ഇത്രേ ആവശ്യമുള്ളൂ. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഈ ഒരു പാകത്തിൽ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ പാത്രത്തിൽ നിന്നും ഒരു പുഡിംഗ് ഡിഷിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, പുഡിംഗ് പാത്രം. അതിലേക്ക് പകർന്ന് മാറ്റാം. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. ഇത് നോക്കിയതിപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് ഇത് മാറും. റൗണ്ട് ആണെങ്കിൽ അങ്ങനെ, ഒരു മോൾഡിലാണെങ്കിൽ അങ്ങനെ. ആ മോൾഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്യാനും പറ്റും. ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ കൊണ്ട് വെച്ച് കൊടുക്കുക. പുറത്തിരുന്നാലും ഇത് സെറ്റാകും. ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി. ഇത് നോക്കി ഒരുവിധം സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. വെറുതെ ടെസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ സ്ക്വയർ ഷേപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇത് കമിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കഴിക്കാനായിട്ട് വിളമ്പാൻ സാധിക്കും. ഇതൊരു ടിപ്പിക്കൽ ഒരു ബ്യൂട്ടിഫുൾ ഡിസേർട്ടാണ്. ഒരു മോച്ച പുഡിങ്ങാണ്. ദാറ്റ് ഈസ് കോഫി ഫ്ലേവറും ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കും.
മാത്രമല്ല ഇതിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജെലറ്റിനോ മുട്ടയോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെയൊന്നുമില്ല. വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ചെയ്യാം. കോൺഫ്ലവർ എന്നുള്ളൊരു കാര്യം, കണ്ടൻസ് മിൽക്ക് എന്നുള്ളൊരു കാര്യം മാത്രമേ എക്സ്ട്രാ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഇക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങും കൂടിയാണ്. ഇതും ഏകദേശം ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള ഒരു ക്രിസ്മസ് ഫീസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്, ഈ ഒരു കോംബോ. അപ്പോൾ ഈ പുഡിങ്ങും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. എന്തായാലും ഇനിയിപ്പോൾ ടേസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്, അതിലേക്ക് കടക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ്, ഞാനൊരല്പം ഫ്രൈഡ് റൈസ് എടുക്കുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ, ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം. അതുപോലെ ഗ്രീൻ ചില്ലി ചിക്കൻ മസാല, അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഓക്കെ, ഇതൊന്നും ആദ്യം കഴിക്കാം, എന്നിട്ട് നമ്മുടെ പുഡിങ്ങിലേക്ക് പോകാം. ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് നോക്കിക്കോളൂ, ചിക്കനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്, പാകമായിട്ട്. ഇതാ നോക്കിക്കോളൂ. ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ ചിക്കനെക്കാട്ടിലും ഗംഭീരമായിരിക്കും. ഇത് സൂപ്പർബായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ പുഡിങ് അത്യാവശ്യം നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ്. ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത ആ ഭാഗം അത് കമഴ്ത്തി ഇട്ടപ്പോൾ താഴെ പോയി, ഇപ്പോൾ തിരിച്ച് മുകളിലേക്ക് വന്നു. യെസ്, എത്ര സോഫ്റ്റാണെന്ന് നോക്കിയേ, കുലുങ്ങുന്ന അവസ്ഥയാണ്, ഇത്രയും സോഫ്റ്റാണ്. ആഹാ, മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്. ഏതാണ്ട് കാഡ്ബറീസ് ഒരു മെൽറ്റഡ് ഫോമിൽ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കോഫി ഫ്ലേവറും. എക്സലൻ്റ് ആണ്, ഇങ്ങനെ മാത്രം കഴിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ വേണമെങ്കിൽ ചേർത്ത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോളൂ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. ചോക്ലേറ്റ് ആൻഡ് കോഫി ലവേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങായിരിക്കും. സോ സിമ്പിൾ, ഉണ്ടാക്കാനും എളുപ്പമല്ലേ. അപ്പോൾ ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇത് ക്രിസ്മസ് ഫീസ്റ്റ് സീരീസ് 2 അല്ലെങ്കിൽ പാർട്ട് 2 എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. നിങ്ങളുടെ ക്രിസ്മസ് ഫീസ്റ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇൻക്ലൂഡ് ചെയ്താൽ എനിക്ക് സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും കുറേ വിഭവങ്ങൾ വരാനുണ്ട്. എന്തായാലും 24-ാം തീയതി വരെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടാവും. 25-ന് ഒരു അവധി തരാം കേട്ടോ. ക്രിസ്മസ് ഡേ അല്ലേ, എല്ലാവരും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.